നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് കുമാരനും ഉഷയും. നീ കാറടിച്ച് കൊലപ്പെടുത്തിയ വിദ്യയുടെ അച്ഛനും അമ്മയും. നിനക്ക് കുറ്റബോധമൊന്നുമില്ലേ മോളെ? എനിക്കെന്തിനാ കുറ്റബോധം? ഞാൻ വണ്ടി ഓടിച്ചത് റോഡിലൂടെയാ. നിങ്ങളുടെ മോളാണ് നാട് റോഡിലൂടെ ഡാൻസും കളിച്ചോട്ട് വന്നത്. അങ്ങനെ ചെയ്താൽ കാറും തട്ടും മരണവും സംഭവിക്കും, സ്വാഭാവികം. അതിന് ഞാനെന്തിനാ കുറ്റബോധം കാണിക്കുന്നത്? അപ്പൊ തന്നെ എന്റെ മോളെ നീ ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്റെ മോളെ രക്ഷിക്കായിരുന്നു. ഈ നാട്ടില് നല്ലത് ചെയ്യുന്നവർക്കൊക്കെ മോശമേ സംഭവിക്കും. എനിക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അല്ലേ? ഇല്ല. ശരിക്കും പറഞ്ഞാ അവളെ മര്യാദയ്ക്ക് റോഡിലൂടെ നടക്കാൻ പഠിപ്പിക്കാത്ത നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. അതേടി, നിന്നെപ്പോലുള്ള വിഷവിത്തുകളുള്ള ലോകത്ത് എന്റെ കുഞ്ഞിനെ ജനിപ്പിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നെ ഞാൻ അയ്യോ, ഗോപാൽജി, അച്ഛാ, അഷ്ടിക്ക് വകയില്ലാത്ത നായേ, നീ എന്റെ മോളെ തല്ലുവോ? അതും കണ്ട് വായി നോക്കി നിൽക്കാൻ കുറെ പോലീസുകാരും. എന്റെ മോൾക്ക് നേരെ ഒരു കാലെടുത്ത് വെച്ച നിന്റെ രണ്ട് കാലം ഞാൻ വെട്ടിയെടുക്കേണ്ടതാ. പിന്നെ ചത്തുപോയ നിന്റെ മോളെ ഓർത്തിട്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നേ. ഇനി അബദ്ധവശാ പോലും എന്റെ കൺവട്ടത്തിൽ നീ വന്നു പോകരുത്. മോളെ, ചെന്ന് വണ്ടി കയറ്. അങ്ങനെ വിളിച്ചോണ്ട് പോവാൻ ഇത് അവള് പഠിക്കുന്ന സ്കൂളല്ല, പോലീസ് സ്റ്റേഷനാ. പോലീസ് സ്റ്റേഷനാണെങ്കിലും സ്കൂളാണെങ്കിലും എന്റെ മോളെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ച ഞാൻ കൊണ്ടുപോയിരിക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. നിന്നെ അടിച്ച് നിലത്തിട്ടിട്ട് എന്റെ മോളെ കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ ഗിരിയെ ഓർത്ത് ഞാനതങ്ങ് ക്ഷമിക്കുക. പക്ഷേ എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. ഇവരുടെ മോളെ കൊന്ന കേസില് ശാലിനി പ്രതിയാണ് ഗോപാൽജി. അതിനെന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? സാക്ഷികളുണ്ടോ? ഇവിടെ വണ്ടി ഓടിച്ചതിന്റെ CCTV ഫുട്ടേജ് ഉണ്ടോ? വണ്ടി ഓടിച്ചത് ഇവളാണെന്ന് ശാലിനി തന്നെ സമ്മതിച്ചല്ലോ. പോലീസുകാരോട് നടത്തുന്ന കുറ്റസമ്മതം കോടതി അംഗീകരിക്കില്ല എന്ന് അറിയില്ലേ മോളെ? കുട്ടിയെ ഇടിച്ച വണ്ടി ശാലിനിയുടെ പേരിലാ ഉള്ളത്. അത് ശരിയാ. പക്ഷെ വണ്ടി ഓടിച്ചത് ഇവളുടെ ഡ്രൈവറാ. ഡ്രൈവറോ? റാഫി, ഇവനാ വണ്ടി ഓടിച്ച ഡ്രൈവർ. കുട്ടിയെ ഇടിച്ചത് ഇവനാ. ഇവൻ ഒപ്പിട്ട കുറ്റസമ്മതം. ഇവൻ തന്നെ അത് കോടതി പറയുകയും ചെയ്യും. പറയാം ഗോപാൽജി. ഇത് താൻ കുറ്റം ഏൽക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഡമ്മിയാ. യഥാർത്ഥ പ്രതി ഇവള് തന്നെയാ. അത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ കോടതി തെളിയിക്കും. ഇപ്പോ നിരപരാധിയായ എന്റെ മോളെ വെറുതെ അങ്ങ് വിട്ടേക്ക്.
ഇനി ആ കയ്യങ്ങെടുക്കടി. കൈയെടുക്കാൻ. ഞാൻ കുറച്ചുകാലം ഇവിടുന്ന് ഒന്ന് മാറി നിന്നപ്പോ നിങ്ങൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടുള്ള പേടിയും ബഹുമാനവും ഒക്കെ അങ്ങ് പോയല്ലേ? എന്റെ മോനെ നീ ഈ സെല്ലിലെടുത്ത് തല്ലിയല്ലേ? എല്ലാത്തിലുള്ള കണക്ക് ഞാൻ തീർക്കുന്നുണ്ട്. ഗോപാൽജി ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാമളെ വാ. ശാലിനിമോളുടെ കാര്യം എന്തായി ഗോപാലേട്ടാ? അവളെ വിട്ടുകിട്ടിയില്ലേ? ചാച്ചു മോളെ, ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണ്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. കാര്യങ്ങൾ കൈവിട്ട് പോയിരുന്നെങ്കിൽ ആ മഞ്ജു നിന്നെ ജയിലിലേക്ക് അയച്ചാനെ. എന്റെ അച്ഛനുള്ളപ്പോ ആരെന്നെ എന്ത് ചെയ്യാനാ? അച്ഛൻ സ്റ്റേഷനിൽ വന്ന് നടത്തിയ പ്രകടനം നിങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. അവിടെയുള്ള പോലീസുകാരെല്ലാം പകച്ചുപോയി. ഇനി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാ അവറ്റകളുടെ മുട്ടുകൂട്ടി ഇടിക്കും. മഞ്ജുവിനെ അച്ഛൻ വരച്ച വരയിലാ നിർത്തിയത്. ഇത്രയും കാലം മാറി നിന്ന എന്റെ കുറവ് നികത്തിയ രീതിയിലുള്ളൊരു വരവായിരുന്നു അത്. മാരണമാസ്. മോക്ക് അച്ഛന്റെ പ്രകടനം ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇല്ലേ, ഇവർക്കത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമേ എനിക്കുള്ളൂ. ആ വിഷമം നമുക്കൊന്നങ്ങ് മാറ്റി കൊടുക്കാം. എങ്ങനെ? അച്ഛന്റെ ഈ പ്രകടനം എങ്ങനെയുണ്ട്?